Good afternoon. PDF കാണാമോ? PDF കാണാമോ? Good afternoon. കാണാം ടീച്ചർ. Prayer start ചെയ്തോളൂ ട്ടോ. Yes, ma'am. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. You are the living water, never drying fountain, comfort and counselor, take complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Okay, thought of the day. Hello, ma'am. Thought of the day, ഞാനാണ്. പറയൂ. Hello. പറഞ്ഞോളൂ. Don't fear for facing failure in the first attempt, because even the successful Mac started with 0 only. Thank you. Okay. Signing. മാം സൈനിങ് ഞാനാണ്. കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഓണാക്കാൻ പറ്റാത്ത കൊണ്ട് പാടുക. അണ്ണാരക്കണ്ണ പുന്നരക്കുട്ട നീ എങ്ങോട്ട്, അണ്ണാരക്കണ്ണ പുന്നരക്കുട്ട ഇന്നു നീ എങ്ങോട്ടായി പോകുന്ന പോക്കാണോ, അണ്ണാരക്കണ്ണ പുന്നരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ, അണ്ണാരക്കണ്ണ പുന്നരക്കുട്ട ഇന്നു നീ എങ്ങോട്ടാ, 3 വരകൾ എങ്ങനെ കിട്ടി മുഖത്ത്, 3 വരകൾ എങ്ങനെ കിട്ടി നിന്റെ മുതുകത്ത്, മുത്തശ്ശൻ പണ്ട് തേച്ചു കുറുക്കിയ ആണോ, മുത്തശ്ശൻ പണ്ട് തേച്ചു കുറുക്കിയാണോ, എനിക്ക് നൈസ്, നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. ഇത് നല്ല ഭംഗിയുണ്ട് പാടിയത്. Okay, good afternoon to all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എന്തൊക്കെയാണ് വിശേഷം? സുഖായിരിക്കുന്നു മാം. സുഖായിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു? ലൈഫ് എന്നുള്ള ഭാഗം എടുത്തത്. ഇനി എടുക്കേണ്ട പീരീഡ് ഓഫ് ഓവർ. പീരീഡ് ഓഫ് ഓവർ പറഞ്ഞല്ലോ അല്ലേ? അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കും.
പീരീഡ് ഓഫ് ഫോം പറഞ്ഞു, പീരീഡ് ഓഫ് എംബ്രിയോ ആണ് അല്ലേ? യെസ്, പീരിയഡ് ഓഫ് അതെ. വീക്കെൻഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴയായിരുന്നോ? നല്ല നല്ല മഴയായിരുന്നു. മഴയായിരുന്നു. വെള്ളം വന്നു. നല്ല മഴ. വെള്ളം കയറിയോ? വെള്ളം വന്നു. ആണോ? എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങളപ്പോ ഞങ്ങളുടെ താഴത്ത് പാടാണേ, അപ്പൊ അവിടെയാണ് വെള്ളം കൂടുതലായിട്ട് വന്നത് ബാക്കില്. കൊഴപ്പൊന്നും വയൽ ഉണ്ടായില്ല. സ്ഥലത്താണോ താമസിക്കുന്നത്? ഞങ്ങള് പാടത്തിന്റെ ഏരിയാണ്. ഇപ്പൊ ഇന്നിപ്പോ വെള്ളം ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്തുള്ള ബുദ്ധിമുട്ടുകളൊന്നും പതിവില്ലാന്ന് തോന്നുന്നു അല്ലെ? ചെയ്തിട്ടില്ല. Next, period of the embryo. The period from 2nd to 8th week after conception. എപ്പോഴാണ് ഭ്രൂണത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? പീരീഡ് ഓഫ് 8th week, 8 ആഴ്ച ആഫ്റ്റർ കൺസെപ്ഷൻ. രണ്ടാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ച വരെയുള്ള ഒരു കാലയളവാണ് അല്ലെ? ഗർഭധാരണത്തിന്റെ 2ാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ച വരെയുള്ള ഒരു കാലയളവാണ് എന്ത്? പീരീഡ് ഓഫ് ദ എംബ്രിയോ ആണെങ്കിൽ ഭ്രൂണത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ. For the first 2 months, the new life is called embryo. അത് 2 മാസത്തെ ആ കാലയളവിൽ ഉണ്ടാവുന്ന ആ ഒരു ജീവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? പുതിയ ജീവനെ നമ്മൾ ഭ്രൂണം എന്ന് വിളിക്കുന്നു അല്ലെ? That is called embryo. During this period, all important external and internal resources start to develop and function. Different cells are made such as blood cells, bones and muscles. By 8 weeks, the tiny heartbeat beating for almost a month. Lungs, liver, stomach and brain start to form the sex organs and develop enough to determine the sex of the embryo. ഇനി ഈ ഒരു പീരീഡ് ഓഫ് ദ എംബ്രിയോയുടെ കാലയളവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്? All the important external and internal resources start to develop and function. ഇതിലുണ്ടാവുന്ന എല്ലാ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫങ്ഷൻസും. എന്താണ് ഇന്റേണൽ എക്സ്റ്റേണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അതായത് കുട്ടിയുടെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ് എന്ത്? ഈ ഒരു ഫസ്റ്റ് 2 months എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, യെസ്. ഇനി പിന്നെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് നടക്കുന്നു? ഡിഫറെന്റ് സെൽസ് ആർ മേഡ് such as blood cells, bones and muscles. ഇനി എന്തൊക്കെയാണ്? രക്തകോശങ്ങൾ, അസ്ഥി, പേശി ഇതൊക്കെ രൂപപ്പെടുന്നു. ബോൺസ് ആൻഡ് മസിൽസ് എന്നിവ രൂപപ്പെടുന്നു. പിന്നെ എന്താണ്? 8ാമത്തെ ആഴ്ച ആവുന്ന സമയത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റ്സ് അല്ലെ? ഹാർട്ട് ബീറ്റ്, ഹൃദയമെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. Then lungs, liver, stomach and brain start to form as sex organs and develop enough to determine the sex of the embryo. പിന്നെന്താണ്? ശ്വാസകോശം, കരള്, ആമാശയം തുടങ്ങി പിന്നെന്താണ്? തലച്ചോറ് എന്നിവ രൂപം കൊള്ളാനായിട്ട് ആരംഭിക്കുന്നു അല്ലെ? പിന്നീട് എന്താണ്? ലൈംഗികാവയവങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് ലൈംഗികാവയവം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കുട്ടീനെ എന്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ? കുട്ടി ആണാണോ പെണ്ണാണോ അല്ലെ? സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ പീരീഡ് ഓഫ് ഭ്രൂണത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? ഗർഭധാരണത്തിന്റെ 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷമുള്ള 2ാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ച വരെയുള്ള സമയമാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ന്യൂ ലൈഫ് എന്ന് പറയുന്ന എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു പീരീഡിൽ എന്താണ്? കുട്ടിയുടെ ആന്തരികവും ബാഹ്യപരവുമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? ബോൺസ് ആൻഡ് മസിൽസ് ഇതൊക്കെ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് ആരംഭിക്കുന്നു. ഒരു 8 ആഴ്ച സമയമാവുന്ന സമയത്ത് എപ്പോഴാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഹാർട്ട് ബീറ്റ്സ്, ചെറിയ രീതിയിലുള്ള ഹൃദയമെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം എന്തൊക്കെ ഡെവലപ്പ് ചെയ്യും? ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ സ്റ്റാർട്ട്
ഇതൊക്കെയാണ് ലങ്സ്, ശ്വാസകോശം, ലിവർ, പിന്നെ ആമാശയം തുടങ്ങിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ കുട്ടിയുടെ സെക്സ് ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നത് കൂടി കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് എന്റെ ഭ്രൂണത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. യെസ്. അടുത്തത് പീരീഡ് ഓഫ് ദി ഫോർച്ചേഴ്സ്. പീരീഡ് ഓഫ് ദി ഫോർച്ചേഴ്സ് ഫ്രം 8 week until birth. പീരീഡ് ഓഫ് ഫോർച്ചേഴ്സ് എന്താണ്? ഗർഭസ്ഥ ശിശുവിന്റെ ഗർഭകാലം അല്ലെ, ഗർഭസ്ഥ ശിശുവിന്റെ ആ ഒരു പീരീഡ്. എങ്ങനെയാണത്? ഫ്രം 8th week until birth. 8ാമത്തെ ആഴ്ച മുതൽ എപ്പോ വരെയാണ്? 8 ആഴ്ച മുതൽ ജനനം വരെയുള്ള ഒരു പീരീഡാണ് അല്ലെ, ഫീച്ചസിന്റെ ജനനം മുതൽ പീരീഡ് വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ത്? ഗർഭസ്ഥ ശിശുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പോയിന്റ് അണ്ടർലൈൻ ചെയ്യണോട്ടെ. ഏതാഴ്ച മുതലാണെന്ന്? 8ാമത്തെ വീക്ക് മുതൽ ജനനം വരെയുള്ള ഒരു സമയം. യെസ്. All the organs grow bigger and stronger from the 5th month onwards. One can hear through a stethoscope. The body moves freely. One can feel the mother's skin bubble, where the arm or leg is kicking out. Some babies suck their thumb, some yawn and stretch out. ഇനി കുട്ടിയുടെ ആ ഒരു 8 ആഴ്ച മുതൽ ജനനം വരെയുള്ള ഒരു സമയത്ത് അതിനകത്തുള്ള കുട്ടിയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഓൾ ഓർഗൻസ് ഗ്രോ ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. എന്താ പറയുന്നത്? ഓൾ ഓർഗൻസ് ഗ്രോ ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. വലുതാവുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യും. കൂടുതൽ സ്ട്രോങ്ങർ ആവും. വലുതാവുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യും അല്ലെ. സ്ട്രോങ്ങർ ആവുന്ന എല്ലാ അവയവങ്ങളും, എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, then from the 5th month onwards one can hear through a stethoscope. ഒരു 5 മാസം ആവുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സ്റ്റെതസ്കോപ്പിലൂടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹാർട്ട് ബീറ്റ്. നമുക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുഞ്ഞിന്റെ ആ ഒരു 5 മാസം കഴിയുമ്പോഴല്ലേ ശരിക്കും ഒരു അനക്കമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് രീതിയിലാണ് അനങ്ങി തുടങ്ങുന്നത് കുഞ്ഞ്? 5 മാസം കഴിയുമ്പോഴാണ്. 5 മാസം കഴിയുന്ന സമയം ബോഡി മൂവ്സ് ഫ്രീലി. കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് വളരെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. നോർമലി വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതാണെങ്കിൽ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും? ശരീരം വളരെ സ്വതന്ത്രമായിട്ട് ചലിക്കുന്നു. One can feel mother's skin bubble where the arm or leg is sticking out. നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിലുള്ളവർക്ക് അറിയാൻ പറ്റും. എങ്ങനെയായിരുന്നു അത്? ഒരുവിധം നന്നായിട്ട് മൂവ്മെന്റ്സ് കൂടുന്ന സമയത്ത് നമ്മുടെ വയറിങ്ങനെ ബബിൾ ചെയ്ത് വരുമായിരുന്നു. മുളച്ചു വരാൻ കാലൊക്കെ മുളച്ചു വരും. അല്ലെങ്കിൽ അവര് കൈ മുട്ടുകാലൊക്കെ ആയിട്ട് സമയത്ത് കിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? കാലിന്റെ ഭാഗമൊക്കെ ശരിക്കും കറക്റ്റ് ആയിട്ട് ചിലർക്ക് കാണാൻ പറ്റും. നന്നായിട്ട് ചവിട്ടി വരും. അല്ലെങ്കിൽ മുട്ട് കൈയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനക്കം കൂടുതൽ ആർക്കാണ്? ആൺകുട്ടിക്കാണ് പെൺകുട്ടിക്കാണ്? ആൺകുട്ടികൾക്കാണ് അല്ലെ. ആ, യെസ്. അങ്ങനെ മുളച്ചു വരുമ്പോ ശരിക്കും നമുക്ക് കാണാൻ പറ്റും അല്ലെ എവിടെയാണ് ശരിക്കും മൂവ്മെന്റ്സ്. ശരിക്കും 8 മാസമൊക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് മൂവ്മെന്റ്സ് കൂടുന്നത്. 8 മാസമൊക്കെ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ. ആ, പിന്നെ സം ബേബി സക്ക് ദെയർ സം. ചില കുട്ടികൾ അതിനകത്തിരുന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? അകത്ത് വിരല് ചപ്പി കുടിച്ച് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ശരിക്കും ആ മോണിറ്ററിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളത് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റാറ്. ചില കുട്ടികൾ എങ്ങനെയാണ്? സം യാൺ ആൻഡ് സ്ട്രെച്ച് ഔട്ട്. യാൺ ആൻഡ് സ്ട്രെച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? യാൺ കോട്ടുവായിടും, അതാണോ? പിന്നെന്താണ്? പിന്നെ അവരുടെ ബോഡി ഇങ്ങനെ ബോഡി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ഭാഗമായിട്ട് വരുന്നത് നിങ്ങള് ഇപ്പൊ യൂട്യൂബ്സിൽ ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിന് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ശരിക്കും കോട്ടായിടുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യും. ബോഡി പല സൈഡിലായിട്ടും ഒക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. അതുപോലെ തന്നെ തണുപ്പ് സെറ്റ് ചെയ്യും. പലതരത്തിലുള്ള മൂവ്മെന്റ്സുകൾ നിങ്ങൾ കാണിക്കുന്നത് നമുക്ക് വീഡിയോസിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഒരു അതിനകത്തുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. 8ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയാണ് അതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് എല്ലാ ഓർഗൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും വലുതാകുന്നതും ശക്തി പ്രാപിക്കുന്നതും ഈ ഒരു സമയത്താണ്. പിന്നെന്താണ്? 5th മന്തോട് കൂടി കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൃത്യമായ രീതിയിൽ നമുക്കത് കേൾക്കാൻ പറ്റുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ആ ശബ്ദം ഓർക്കുന്നുണ്ടാരെങ്കിലും? കേട്ടത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില ശബ്ദം ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ശബ്ദം ഉണ്ടാവില്ല. വെള്ളം ആ കല്ലൊക്കെ ചിന്തി ചിതറുന്ന അതേപോലത്തെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. ഭയങ്കര ശബ്ദമായിരിക്കും.
ഓക്കെ. പിന്നെന്താ, ബോഡി മൂവ്സ് ഒക്കെ മൂവിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് മൂവിങ് ആയിരിക്കും. പിന്നെ എന്താണ് ഈ ഒരു സമയത്താണ് കുഞ്ഞു ബാക്കിയുള്ള ഏത് അവന്റെ ലെഗ് ഒക്കെ കാല കൈയൊക്കെ എന്താണ് കിക്ക് ചെയ്യുന്നതും. പിന്നെ ചില കുട്ടികൾ അതിനകത്തിരുന്ന് എന്താണ് നാക്ക് സഖ്യയും അതുപോലെ തന്നെ ചില കുട്ടികൾ എന്താണ് കോട്ട് വയറും സ്ട്രെച്ച് ഔട്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് മൂവ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. ഏകദേശം ഇതാണ് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ പീരീഡിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായത്? യെസ് മാം. യെസ്. ഇനി കുഞ്ഞ് ജനിച്ചു, ബേബി അറ്റ് ബർത്ത്. ജനിച്ചു കഴിഞ്ഞ പിന്നെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും? നോർമൽ വെയിറ്റ് ഓഫ് എ ചൈൽഡ് is about 7 pounds or 3 kg. ഒരു നോർമൽ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം എത്രയായിരിക്കും? 3 kilogram. 3.5. അല്ലെങ്കിൽ നമ്മളിപ്പോ നോർമലി പ്രീമച്ചുർ ആയിട്ടുള്ള ബേബീസിന് ഏകദേശം എത്ര വെയിറ്റ് ആയിരിക്കും? വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങള് 2 കിലോ ആയിരിക്കും. 1.700 അല്ലെ, 2ലേക്ക് താഴെ പോകുന്നതൊക്കെ എന്താണ് പ്രീമച്ചുർ ബേബീസ് ആയിരിക്കും. ഓക്കെ, എങ്കിലും എന്താണ് 7 pounds മുതൽ 3 kg വരെ ആയിരിക്കും. 2 കിലോഗ്രാമിന് താഴെ ആയിരിക്കുള്ളൂ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ വരുന്നത്. The first cry after the birth help the lungs of the child to begin functioning. The first cry after birth help the lungs of the child to begin functioning. കുഞ്ഞ് ജനിച്ച ഉടനെ ആദ്യം തന്നെ കരയും അല്ലെ. ചില കുഞ്ഞുങ്ങൾ ജനിച്ചു തുടങ്ങിയാൽ എന്താണ് അവരൊക്കെ കരയുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ശ്വാസകോശങ്ങളൊക്കെ അതിന്റെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. അതാണ് അതായത് ജനനത്തിന് ശേഷമുള്ള ആദ്യത്തെ കരച്ചിലാണ് കുട്ടിയുടെ ശ്വാസകോശം എന്താണ് പ്രവർത്തനക്ഷമമാവാനായിട്ട് ആരംഭിക്കുന്നത് അല്ലെ. ഓക്കെ, അതായത് the newborn child tries to adjust to the new environment. കുഞ്ഞൊരു പുതിയ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, അതായത് പുതിയ പരിസ്ഥിതിയുമായിട്ട് കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ് എന്താ കുഞ്ഞ് കരയുന്നത് അല്ലെ. മാക്സിമം ചില കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും, ചില കുഞ്ഞുങ്ങൾ കരയാത്തതുണ്ട്, കുറച്ചു നേരം കണ്ടിട്ട് കരച്ചിൽ നിർത്തും. ഓക്കെ, അവർ ആ ഒരു എൻവയോൺമെന്റിനോട് പൊരുത്തപ്പെട്ട് വരുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലെ. The child's sudden walking, choking, irregular respiration, sneezing and similar symptoms of instability in the initial period after birth shows reactions when it attempts to adjust a new environment. കുഞ്ഞുങ്ങൾ ജനിച്ചിപ്പോ നമ്മൾ പറഞ്ഞു കരഞ്ഞു അല്ലെ. കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ശ്വാസകോശത്തിന് പ്രവർത്തനക്ഷമത ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് അതിനുശേഷം എന്താണ് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ എന്താണ് സഡൻ വാക്കിംഗ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻ വാക്കിംഗ് ഞെട്ടിച്ചാടലാണോ? ഊന്നതുപോന്ന് പറയില്ലേ നമ്മള്, നെറ്റാണെന്നുള്ളത് അല്ലെ. പെട്ടെന്ന് ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഞെട്ടും. അതുപോലെ തന്നെ എന്താണ് ചോക്കിംഗ്. ചോക്കിംഗ് എന്താ? ചോക്കിംഗ് ചുമക്കലാണോ? ഒരു പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിക്കും. ചുമയല്ല, എന്തോ ഒരു ശബ്ദം എന്താ പറയാ, കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് കരയല്ല എന്നാ, പക്ഷെ കുഞ്ഞിങ്ങനെ ചുമയ്ക്കാൻ തന്നെ പറയാനത് നമ്മള് വേറൊരു ശബ്ദമായിരിക്കുള്ളൂ. പിന്നെ ഇറഗുലർ റെസ്പിറേഷൻ ആയിരിക്കും. ഇറഗുലർ റെസ്പിറേഷൻ എന്താണ്? റെസ്പിറേഷൻ കൃത്യമായ ശ്വാസം എടുക്കുക. കുഞ്ഞുങ്ങള് ശ്വാസം എടുക്കുന്നില്ല, പെട്ടെന്ന് ഭയങ്കര സ്പീഡിലായിരിക്കുള്ളൂ. ആ ഒരു സമയത്ത് കണ്ടിട്ടില്ല നിങ്ങൾ, അവരുടെ ഹാർട്ട് ബീറ്റ്സ് കൂടുതലായിരിക്കുള്ളൂ അല്ലെ. ശ്വാസം എടുക്കും. ഇറഗുലർ റെസ്പിറേഷൻ അത് ക്രമരഹിതമായുള്ള ശ്വസനം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ചില കുഞ്ഞുങ്ങള് സ്നീസ് ചെയ്യും അല്ലെ, തുമ്മും. ചില കുഞ്ഞുങ്ങൾ തുമ്മും. അതേപോലെ തന്നെ സിമിലർ സിംറ്റംസ്. പിന്നെന്താണ്, അത് മാത്രമല്ലാതെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് കുട്ടികൾ കാണിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? അവരെ എൻവയോൺമെന്റുമായിട്ട് സ്റ്റേബിൾ ആയിട്ട് ഭാഗമായിട്ടാണ്. അത് എൻവയോൺമെന്റുമായി പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള ആ സമയത്തുള്ള ഒരു റിയാക്ഷൻസ് ആണ്. അതായത് ആ എൻവയോൺമെന്റുമായി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കുഞ്ഞുങ്ങൾ ആ ഒരു രീതിയിൽ ആ ഒരു ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. ചില കുഞ്ഞുങ്ങള് വാക്ക് ചെയ്യുന്നു, ചോക്ക് ചെയ്യുന്നു, റെഗുലർ റെസ്പിറേഷൻസ് കാണിക്കുന്നു, സ്നീസ് ചെയ്യുന്നു, അങ്ങനെ പല സിമിലർ സിംറ്റംസ് ആയിരിക്കും കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. ഇതിന്റെ ഭാഗം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ആ ഒരു പുതിയ പരിസ്ഥിതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷൻസ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. ബേബി അറ്റ് ബർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്തുള്ളതൊക്കെ ഈ ആക്ടിവിറ്റീസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നു അവർ. അതിനുശേഷമാണ് ബാക്കി ഒരു ദിവസം കഴിയുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ.
ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇല്ലേ, അവരെ പെട്ടെന്ന് ഞെട്ടിക്കാൻ വേണ്ടി ജസ്റ്റ് കൈയൊന്ന് എടുത്തു വിടുന്നത് ഒരു അങ്ങനെ ഒരു വീഡിയോസ് കാണാറുണ്ട്. വീഡിയോസ് ഉണ്ട് അങ്ങനത്തെ. ചില കുട്ടികള് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉറക്കമായിരിക്കും അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. പകൽ മുഴുവൻ ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേറ്റിരിക്കും അല്ലെ, ഇങ്ങനെയുള്ള ആൾക്കാരാണ്. യെസ്, അപ്പൊ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞു കേട്ടോ, ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് വരും, നോട്ട് ടെക്സ്റ്റ് വരും, ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം കേട്ടോ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. യെസ് മാം. ഏതെടുക്കണം? ഫിസിക്കൽ എടുക്കണോ, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എടുക്കണോ? ഫിസിക്കലും അറിയില്ലേ? ഓർഡറിൽ പോകാനാണോ? ഓർഡർ ബേസ്ഡ് അല്ലട്ടോ ശരിക്കും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ ഫിസിക്കൽ എടുക്കാം. യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. നമ്മൾ പഠിച്ചത് ഏതാണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് കഴിഞ്ഞത്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ ആൻഡ് മോട്ടോർ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ രണ്ടും ഒന്ന് തന്നെയാണോ? ആണോ? ഒന്ന് തന്നെയാണോ? അല്ല, രണ്ടും അല്ല. അല്ല. അപ്പൊ പറ എന്താണ്? ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണ പുറത്തും അകത്തും ഉണ്ടാവണ മാറ്റങ്ങള്. മോട്ടോർ ഡെവലപ്മെന്റോ? ബോഡി മൂവ്മെന്റ്സിൽ ഉണ്ടാവണ എന്തൊക്കെയാ അറിയാലോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് അങ്ങനെ എന്തൊക്കെയാണ് ടീച്ചർ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നോക്കാം. ഒരാളൊന്ന് വായിച്ചേ, ഞാൻ പേര് വിളിക്കുന്ന ഒരാൾ വായിച്ചേ. സഫീദ ജാസ്മിൻ. യെസ് മാം. അത് വായിക്കോ, പാരഗ്രാഫ്. Okay. Physical and motor development. Physical development is refers to as process which brings progressive changes in the external as well as internal body organs of an individual in order to enhance their capacity to function. Normally, the physical changes occurs in the following dimensions. General അപ്പൊ നോക്കാം. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് റെഫർ ടു എ പ്രോസസ് വിച്ച് ബ്രിങ് progressive changes in external as well as internal body organs of an individual in order to enhance their capacity to function normally. എന്താണ് അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താണ് റെഫർ ചെയ്യുന്നത്? എന്തൊരു പ്രോസസ് ആണത്? എന്തിലാണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റില് ചേഞ്ചസ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന്റെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ബോഡി ഓർഗൻസിലെ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെ. അതായത് ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശാരീരിക അവയവങ്ങളിലെ പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരാളുടെ എക്സ്റ്റേണലും ഇന്റേണൽ ആയിട്ടുള്ള ബോഡി ഓർഗൻസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് വികസനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശാരീരിക വികസനം അഥവാ എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. എപ്പോഴാണ് ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് ശരിക്കും സംഭവിക്കുന്നത്? ഏതൊരു സമയത്താണ്? സ്റ്റാർട്ടിങ് ബർത്ത് തൊട്ടിട്ട്. അല്ല, ബർത്ത് അല്ല, വയറ്റിലുള്ള സമയം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ഫസ്റ്റ്? അപ്പോ നിങ്ങളൊരു ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്തേ. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് പേരെടുക്കുക കേട്ടോ. Physical development is the growth and development of physical development is the growth and development of both brain and body, both brain and body
in infancy and infancy, infancy, infancy and early childhood, infancy and early childhood. Infancy and early childhood. ഒന്നുകൂടി വായിക്കാം. Physical development is the growth and development of both the brain and body in infancy and early childhood. എന്താണ് ഇവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു ഡെഫിനീഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ് ശൈശവകാലത്തും കുട്ടിക്കാലത്തും തലച്ചോറിന്റെയും ശരീരത്തിന്റെയും വളർച്ചയുടെയും വികാസവുമാണ് എന്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നാണ് ഇവിടെ ആ ഡെഫിനേഷനിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി തന്നിരിക്കുന്നതാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കാം. ഒരു മിനിറ്റ്. ഡെവലപ്മെന്റ് ഓഫ് ബർത്ത് എന്നാണോ? Development of both brain and body, both. Okay. BOH. ഇവിടെ ഒരു വണ്ടി വന്നപ്പോ കേട്ടില്ല ശരിക്കും. Both the brain and body in infancy and early childhood. Physical development എന്ന് പറയുന്നത് എന്താണ്? ഇൻഫാൻസി പീരീഡും അതുപോലെ തന്നെ early childhood പീരീഡുള്ള ശരീരത്തിന്റെ, അതായത് തലച്ചോറിന്റെയും ശരീരത്തിന്റെയും വളർച്ചയുടെയും വികാസവുമാണ് എന്താ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ഡെഫിനീഷൻ ആണ് അല്ലെങ്കിൽ ഇതാണ് എളുപ്പമെങ്കിൽ ഏത് വേണമെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റിലുള്ളതാണ് എളുപ്പമെങ്കിൽ അത് പഠിച്ചാലും മതി. Physical development is referred as a process which progressive changes in external as well as internal body organs. നിങ്ങൾക്ക് അതാണ് എളുപ്പമെങ്കിൽ അത് പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. നോർമലി ദ ഫിസിക്കൽ ചേഞ്ചസ് occurs in the following dimensions. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നത്? അപ്പൊ ഒരു പ്രത്യേക ഘട്ടങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിലെ ഓരോ സ്റ്റേജസിലാണ് നമുക്ക് എന്താ ശാരീരികമായിട്ടുള്ള വികസനങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. എന്താണ് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടർ? എങ്ങനെയാണ് അവരുടെ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഓരോ പീരീഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. ഇതില് ഓരോ ഇയേഴ്സ് വരുന്നുണ്ട്, അതൊന്നും മറന്നു പോകരുത്, ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ഒരു കുട്ടിയിൽ എപ്പോഴൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, നോക്കാം. യെസ്, ഫസ്റ്റ് പോയിന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫസ്റ്റ് സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി. എന്താണ്? 0 to 2 0 to 2 years. ഏത് പീരീഡിലാണ് ആദ്യത്തെ ഡെവലപ്മെന്റ്സ് നടക്കുന്നതെന്നാണ് പറയുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് 0 to 2 ഇൻഫാൻസി പീരീഡ്. ഇൻഫാൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫാൻസി പീരീഡ് അല്ലെ, ശൈശവ കാലഘട്ടം. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ നമ്മൾ പറയല്ലേ തല ഉറയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് തല റോൾ ചെയ്യാൻ കൺട്രോളിങ് വരുന്നത്, കുട്ടികളുടെ തല ഉറയ്ക്കുന്ന സമയം ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. പിന്നെന്താണ് പിന്നെ ഇരിക്കുന്നത്, നിൽക്കുന്നത്, അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്? ആ ഒരു 2 പീരീഡ് നോക്കൂ. 0 വയസ്സ് കുഞ്ഞ് ജനിച്ച് 2 വയസ്സുള്ള സമയത്ത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ എന്തൊക്കെ കാര്യങ്ങൾ കുഞ്ഞ് ആ സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്? ഇങ്ങനെ തലയുറക്കുന്നു, കുഞ്ഞിരിക്കുന്നു, ഇഴയുന്നു, നടക്കുന്നു, പിടിക്കുന്നു, സ്റ്റെയർ ചേർന്ന്, ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ അല്ലെ, ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഡെവലപ്മെന്റ്സ് പിന്നീട് സംഭവിക്കുന്നത്. ഓക്കെ, വെരി സ്വിഫ്റ്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിഫ്റ്റ് മൂവ്മെന്റ്സ്, വേഗത്തിലാണ് അല്ലെ. സ്വിഫ്റ്റ് മൂവ്മെന്റ്സ് വെച്ചാൽ വളരെ വേഗത്തിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം.
4 മാസത്തിൽ കുഞ്ഞ് കമിഴ്ന്നെടുക്കുന്നു, പിന്നെ ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സ്റ്റേജിൽ ഓരോ ഘട്ടങ്ങളായിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. സെക്കൻഡ് എന്താണ്? പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഏത് പീരീഡ് മുതലാണ്? 3 to 6 years, അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള ഘട്ടത്തില്. The period of fixation, that is what is attained in infancy, is stabilized. ഇനി 3 to 6 years ആ ചൈൽഡ്ഹുഡ് പീരീഡിൽ എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് കുട്ടിയിൽ? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പീരീഡ് ഓഫ് ഫിക്സേഷൻ. എന്താണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്? കുട്ടികള് ശൈശവ കാലഘട്ടത്തില് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് പീരീഡിലാണ് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നത്? സ്ഥിരത കൈവരിക്കും, അല്ലെ? ഫിക്സേഷൻ. പല കാര്യങ്ങൾക്കും 3 വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ നടക്കൂലേ, ഓടൂലേ, ചാടൂലേ? അതായത് അവര് ആ 2 വയസ്സ് വരെ ചെയ്ത കാര്യങ്ങള് ഇപ്പൊ നടന്നു തുടങ്ങി അല്ലെങ്കിൽ ഇരുന്ന് തുടങ്ങി ഇതൊക്കെ എന്താണ് കുറച്ചുകൂടി അവരെന്താണ് സ്റ്റേബിൾ ആയിട്ട് ചെയ്യുന്ന പീരീഡ്, അല്ലെ? അല്ലേ 3 to 6 years എന്ന് പറയുന്നത്? അവരാദ്യം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളില് എന്താണ് കുട്ടി കറക്റ്റ് ആണോ 2 വയസ്സിൽ നടന്നിരുന്നത്? 2 വയസ്സിൽ കുഞ്ഞു നല്ല കറക്റ്റ് ആയിട്ടാണോ നടന്നിരുന്നത്? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിടുന്ന വളഞ്ഞിട്ടേ വരുള്ളൂ. കുറച്ച് വളയും അല്ലെങ്കിൽ വീഴാൻ പോകും, അല്ലെ? അങ്ങനെയൊക്കെയുള്ള ഒരു മൂവ്മെന്റ്സുകളായിരുന്നു. പക്ഷെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? 3 to 6 years ആവുന്ന സമയത്ത് അവന് ഫിസിക്കലി ഡെവലപ്മെന്റ്സ് വന്നപ്പോ അവൻ സ്റ്റേബിൾ ആയി, സ്ഥിരത കൈവരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവന്റെ മൂവ്മെന്റ്സ് ഒക്കെ എന്താണ് ഫിക്സ്ഡ് ആവാൻ തുടങ്ങി. ഫിക്സ് ആവുന്നത് എന്താണ്? എല്ലാം പൂർണ്ണമായി എല്ലാം ചെയ്യാനായിട്ട് കുഞ്ഞ് ആരംഭിക്കുന്ന പീരീഡാണത്. അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പ്രീ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ 3 to 6 years എന്ന കാലയളവിൽ കുട്ടിയിൽ എന്തുണ്ടാവുന്നത്? വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, ഇൻഫാൻസി പീരീഡിൽ കുഞ്ഞില് ഡെവലപ്മെന്റ്സ് സംഭവിച്ചു. എന്താണ് 0 to 2 years എന്താണ് വേഗത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞ് ഇരിക്കാൻ നിൽക്കാനൊക്കെ തുടങ്ങി. പിന്നീട് എന്താണ് ഈ ചെയ്തിരുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി എന്താണ് സ്റ്റെബിലിറ്റി, സ്ഥിരത വരാനായിട്ട് ആരംഭിച്ചു. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് ആയപ്പോഴും എന്താണ് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 7 to 9 years, അതായത് മിഡിൽ ചൈൽഡ്ഹുഡ്, മധ്യ ബാല്യകാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? Show again a period of growth and development, but the rate of growth is slow and comparison to infancy. മിഡിൽ ചൈൽഡ്ഹുഡ് എത്തിയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? മൊത്തം ഡെവലപ്മെന്റ് ഉണ്ടാവും, പക്ഷെ അത് ലോ ആയിരിക്കും കമ്പയറിംഗ് ടു ഇൻഫാൻസി. അത്ര ഫാസ്റ്റില് സംഭവിക്കില്ല, അത് കാണാൻ സാധിക്കൂല, പക്ഷെ അത് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പിന്നീടുള്ള വികസനം നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഗ്രോത്ത് റേറ്റ് ഈസ് ലോ കമ്പാരിസൺ ടു ഇൻഫാൻസി എന്ന് പറയുന്നത് എന്താ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, നമുക്കത് സാധിക്കും, പക്ഷെ അത് അത്ര വിസിബിൾ ആയിരിക്കില്ല. പെട്ടെന്ന് അത് അവരിൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ചിലത് അവരിൽ ഓൾറെഡി ഫിസിക്കലി ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. ചിലത് വിസിബിൾ ആയിരിക്കും, ചിലത് വിസിബിൾ അല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയുന്നത്, നിങ്ങളിപ്പോ നിങ്ങളുടെ ആരെങ്കിലും കസിൻസിന്റെ കുട്ടികൾ നിങ്ങളൊരു 2-3 മാസം മുന്നേ കണ്ടു. 2 മാസം അല്ലെങ്കിൽ 1 മാസം മുന്നേ കണ്ടു. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് കുട്ടീനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നാറുണ്ട്, ഇല്ലേ? പെട്ടെന്ന് കണ്ടു കഴിയുമ്പോ അന്ന് കണ്ട പോലെ വ്യത്യാസം വന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? അവന്റെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്, അവനിപ്പോ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്താണ്. ആ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കണ്ടിന്യൂസ് കൂടുതലുള്ള അമ്മയ്ക്ക് ചിലപ്പോ മാറ്റങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ള കുറച്ച് ഗ്യാപ്പൊക്കെ കാണുന്നവർക്ക് എനിക്ക് വ്യക്തമായിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും കുട്ടികളെ. ഡ്രസ്സിന്റെ കാര്യത്തില് നമുക്കില്ലേ ചില ഡ്രസ്സുകൾ നമ്മൾ ഇടുമ്പോ ഇത് നിനക്ക് ചെറുതായി, അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക. പാകം മാത്രല്ല, ഹൈറ്റിന്റെ വ്യത്യാസം, കാലിന്റെ ലെങ്ത്തിന്റെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഹൈറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ശരി, ഏത് പീരീഡിലാണ് ആ ഒരു ചേഞ്ചസ് വരുന്നത്? മിഡിൽ ചൈൽഡ്ഹുഡിലാണ് കേട്ടോ. 7 to 9 years എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻഫാൻസി 0 to 2 years ആ പീരീഡ് ഓർക്കുക. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പ്രീ ചൈൽഡ്ഹുഡ്? 3 to 6 years. മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9 years. ആ സ്റ്റേജസ് അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ, എല്ലാവരും ഓർത്ത് വെക്കണേ.
Okay. ഇനി അപ്പൊ മിഡിൽ ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ അടുത്ത ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് എപ്പോഴാണ്? ലേറ്റർ ചൈൽഡ്ഹുഡ്. എന്താണ് ലേറ്റർ ചൈൽഡ്ഹുഡ്? ഏത് സമയമാണ്? വീണ്ടും 10 to 13 years, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. യെസ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പീരീഡ് ഓഫ് ഫിക്സേഷൻ. പിന്നീട് എന്താണ് ചൈൽഡ്ഹുഡിലെ ഫിക്സേഷൻ, അതായത് 7 to 9 years. കാരണം എല്ലാ പൂർണ്ണ വളർച്ചകളും ഏകദേശം അല്ലെ കുട്ടികളെ എല്ലാവർക്കും കൊണ്ടും പൂർണ്ണ രൂപം കൈവരിച്ചിട്ടുണ്ട്. ഏകദേശം സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു പീരീഡാണ് എന്താ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇനി ലേറ്റർ ചൈൽഡ്ഹുഡിൽ നിന്ന് പിന്നെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? Adolescence. കൗമാര കാലഘട്ടത്തിലേക്ക് അല്ലെ. ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ്, ഏർലി അഡോളസൻസ് എന്നാണ് ആ പീരീഡിനെ നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് 3 years ഓഫ് അഡോളസൻസ്, അതായത് ലേറ്റർ ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് 13 years ശരിക്കും പറഞ്ഞാൽ 10 to 30 yearsല് 12 to 30 yearsന്റെ കൗമാര കാലഘട്ടത്തിലേക്ക് കുട്ടികൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പീരീഡ് എന്ന് വെച്ചാൽ 30 years ആവുമ്പോഴേക്കും ഏകദേശം അതിലേക്ക് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്? മാർക്ക്ഡ് ആസ് ദ ഇയേഴ്സ് ഓഫ് എ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അഡോളസന്റ് കാലഘട്ടമാണ് കുട്ടികളിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെ. അതായത് പെട്ടെന്നാണ് നമുക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്ലാസ്സിന് ശരിക്കും കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടി 8ലെ വെക്കേഷൻ കഴിഞ്ഞ് 9th വന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞ് വലുതായി. 2 മാസം ഗ്യാപ്പിന് അവന് ഭയങ്കര വ്യത്യാസം. നന്നായിട്ട് ഒട്ടും ഹൈറ്റ് ഉണ്ടായില്ല കുട്ടിക്ക്, മെലിഞ്ഞിരുന്ന കുട്ടിയാണ്. പക്ഷെ അവന് വലിയ മാറ്റം എന്ന് വെച്ചാൽ ഫേസേ മാറിപ്പോയാ കുട്ടിയുടെ. എന്തൊരു പെട്ടെന്നുള്ള ചേഞ്ചസ് സംഭവിക്കുക. അതുപോലെ തന്നെ പെൺകുട്ടികൾ പെട്ടെന്ന് 2 മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങള് വലിയ പെൺകുട്ടികളായിട്ട് മാറിയവരെ. അത് കാണുമ്പോൾ ശരിക്കും അത് സ്കൂളിൽ പോകുമ്പോൾ ശരിക്കും ടീച്ചർമാർക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മള് ശരിക്കും പറഞ്ഞാൽ 2 മാസത്തെ ഗ്യാപ്പുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. കുട്ടികൾ കുറച്ചും കൂടി പാറ്റേൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്കൂൾ ഹൈറ്റ് ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ കുറെ പേർക്ക് നല്ല ഹൈറ്റ് ആണ്. അച്ഛൻ അമ്മനേക്കാളും മേളിലെ ഹൈറ്റ് ഉള്ള ആൾക്കാരാണ്. അതായത് പാരമ്പര്യത്തിൽ എന്തെങ്കിലും കൂടെ അറിയാൻ പറ്റില്ല. ഭയങ്കര ഹൈറ്റ് ആണ് പെൺകുട്ടികളായത് ആൺകുട്ടികളായത്. അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അഡോളസൻസിലാണ് നമുക്ക് എന്ത് പ്രത്യേകപരമായിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസുകൾ സംഭവിക്കുന്നത്. ഫിസിക്കൽ ഗ്രോത്ത് സീസേഴ്സ് ബൈ വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. ഫിസിക്കൽ ഗ്രോത്ത് സീസേഴ്സ് ബൈ വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. നമ്മൾ എപ്പോഴാണ് ഫിസിക്കൽ ഗ്രോത്ത് അവസാനിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ. യെസ്, മെച്യൂരിറ്റി പക്വത പ്രാപിക്കുന്ന സമയത്ത് ഗ്രോത്ത് അവിടെ അവസാനിക്കുന്നു. സീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവസാനം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ. അതായത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇതിലുണ്ടാകുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ്സിൽ ഉണ്ടാകുന്ന പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ്, ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. ഇപ്പൊ 0 to 2 years ഉണ്ടായ പോലെയല്ല കുട്ടി 10 to 30 years എത്തിയപ്പോ അല്ലെ. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു മനസ്സിലായില്ലേ അതില്? ഓക്കെ, ഫസ്റ്റ് എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇസ് വെരി സ്വിഫ്റ്റ് ഡ്യൂറിങ് ഇൻഫാൻസി. ഫിസിക്കൽ ഡെവലപ്മെന്റ് ആദ്യം ഇൻഫാൻസി പീരീഡിൽ എന്താണ് സ്വിഫ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെ? ഏത് വയസ്സ് വരെ? 0 വയസ്സ് മുതൽ 2 വരെ, ജനനം മുതൽ 2 വയസ്സുള്ള സമയം വരെ. ഇനി പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? 0 to 2 years ഉണ്ടായ എല്ലാത്തിന്റെയും ഫിക്സേഷൻസ് ആണ്. അപ്പൊ ഏത് ആ ഇയേഴ്സ് എന്ന് പറയൂ? 3 to 6 years അല്ലെ. 3 to 6 years. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ത് ഇയേഴ്സ് ആണ്? മിഡിൽ ചൈൽഡ്ഹുഡ് 7 to 9 years. 9 years. Okay. Then later childhood 10 to 13 years. Yes. Then adolescence period 14 years, starting to 14 years adolescence. Yes, 14 years adolescence. Then physical growth stop ചെയ്യുന്നത് എപ്പോഴാണ്? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന്. Maturity attain, physical growth stop ചെയ്യുന്നു അല്ലേ. Okay.
അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്താണ്, ആ പീരീഡും ഏത് ഇയേഴ്സ് ആണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സ്പ്ലനേഷൻസിൽ ചോദിക്കില്ല. പീരീഡ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓക്കെ. ഇന്ന് കുട്ടികൾ കുറവാണോ ക്ലാസ്സില്? കമ്പാരിറ്റീവ്ലി കുറവ്, 39. കുറവാണല്ലേ? Yes, എത്ര ma'am. ഉണ്ടാവാറില്ലേ? 50 മേലേക്ക് ഉണ്ടാവാറുണ്ട്. ഏതാണ് ഒരു പ്രശ്നം, ക്ലാസ് വന്ന് പോകുന്നതോടുകൂടി നിങ്ങളൊക്കെ കുറെ പേരൊക്കെ കൊഴിയും. കാരണങ്ങളൊക്കെ ഒരേങ്ങിടയില്. ഇനി നമുക്കിവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? Physical growth is calculated by measuring the height and weight at regular intervals. The average height of a 3 years old is 96 centimeters and his weight is 30 kg. നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഹൈറ്റ് ആൻഡ് വെയിറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽസിൽ. എങ്ങനെയാണ്? അതായത് നമ്മുടെ ഉയരവും അതേപോലെ തന്നെ എന്താണ് റെഗുലർ ഇന്റർവെൽസ്, അത് ക്രമമായ ഇടവേളകളിൽ അളന്നുകൊണ്ടാണ് നമ്മൾ ശാരീരിക വളർച്ച കണക്കാക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് പറഞ്ഞാല് ഒരു 3 years ഉള്ള ഒരു കുട്ടി, ആവറേജ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് ആളുടെ? 96 സെന്റിമീറ്റർ. 96 സെന്റിമീറ്റർ. ആളുടെ വെയിറ്റ് എത്ര വേണം? 13. അതായത് നമ്മളിപ്പോ കുട്ടികള് എന്താ പറയുന്നത്, അണ്ടർ വെയിറ്റ് ആവുന്ന സമയത്താണ് അവർക്ക് നമുക്കറിയാം അസുഖങ്ങൾ വരുന്നത് അല്ലെ. ബോഡി വെയിറ്റ് കുറയുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. നമ്മളെപ്പോഴും വെയിറ്റിനും ഹൈറ്റിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റും ഹൈറ്റും കൃത്യമായിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പരിധി വരെയുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരില്ല. കാരണം ആ ഒരു സമയത്ത് എന്താണ് അവർക്ക് കൃത്യമായിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കും. അല്ലാത്ത നിങ്ങൾക്ക് ഏറ്റവും ചില കുഞ്ഞുങ്ങൾ, അത് ഓരോരുത്തരുടെ വ്യത്യാസം അനുസരിച്ചാണ്. ചിലർക്ക് വെയിറ്റ് കുറവാണെങ്കിൽ എപ്പോഴും അസുഖങ്ങളായിരിക്കും. വെയിറ്റ് എങ്ങനെ വന്നാലും വെയിറ്റ് കുറയാന്നുള്ളതൊരു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വെയിറ്റ് കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് പീഡിയാട്രീഷ്യൻസ് പറയുന്നത് അതൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ്, ഭക്ഷണക്രമങ്ങളായിക്കോട്ടെ മറ്റു കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കാറുള്ളത് കൊണ്ടാണ് അവര് വെയിറ്റ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്കൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻ. പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറി ആണെന്ന് നോക്കൂ. പ്രീ സ്കൂൾ ചിൽഡ്രൻ ഇതാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. 3 to 6 years. 3 to 6 ഇയേഴ്സിലെ കുട്ടികളുടെ. അപ്പോ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട് കേട്ടോ, ഞാൻ പറയുന്നത് ഒന്ന് രേഖപ്പെടുത്തണേ. ഇവിടെ 3 കൊടുത്തവനുണ്ടോ? 3, 4, 5, 6 ഇതെന്താണ്? ഏജ് ആണ്. അപ്പൊ മുകളിൽ ഏജ് എന്ന് എഴുതി. ഏജ് 3, 4, 5, 6 എന്ന് കൊടുത്തിരിക്കുന്നത് ഏജ് ആണ്, കുട്ടിയുടെ വയസ്സ്. ഇനി ഇപ്പോഴത്തെ എന്താണ്? 14.78 എന്താണ്? ബോയുടെ വെയിറ്റ് ആണ്. ബോയുടെ വെയിറ്റ് ഇതോ? ഇത് 3 വയസ്സുള്ള ഒരു ബോയുടെ വെയിറ്റ് ആണ്, ആൺകുട്ടിയുടെ വെയിറ്റ് ആണ്. ഇത് 3 വയസ്സുള്ള എന്താണ്? പെൺകുട്ടിയുടെ വെയിറ്റ് ആണ്. അപ്പൊ ഇതോ? ഹൈറ്റ് ആണ്. ഹൈറ്റ് ആണ് അല്ലെ. ബോയുടെ ഹൈറ്റ് ആണ്, 3 വയസ്സുള്ള ബോയുടെ ഹൈറ്റ് ആണ് 98.36 സെന്റിമീറ്റർ. ഇതോ? ഗേളിന്റെ അല്ലെ 3 വയസ്സുള്ള പെൺകുട്ടിയുടെ ഹൈറ്റ് ആണ് 91.21 സെന്റിമീറ്റർ. ഓക്കെ, ഒന്നുകൂടി പറയട്ടെ ടീച്ചർ, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മള് കുട്ടികളുടെ ഏജ് ആണ്, വയസ്സ്. ഫസ്റ്റ് 3 വയസ്സുള്ള ആൺകുട്ടിയുടെ എന്താണ്? വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൺകുട്ടിയുടെ വെയിറ്റ് ആണ് 14.78 കിലോഗ്രാം. ഓക്കെ, കെ ജി എന്ന് എഴുതണം കേട്ടോ. ഇതെന്താണ്? 13.79 ഗേളിന്റെ വെയിറ്റ് ആണ് കേട്ടോ.
3 വയസ്സുള്ള പെൺകുട്ടിയുടെ വെയിറ്റ് ആണ്. ഇതെന്താണ്? 3 വയസ്സുള്ള ആൺകുട്ടിയുടെ ഹൈറ്റ് സെന്റിമീറ്റർ അല്ലെ. അതുപോലെ തന്നെ 3 വയസ്സുള്ള പെൺകുട്ടിയുടെ ഹൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 91.21 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇച്ചിരി മോളിൽ പറഞ്ഞ ഹെഡിങ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. 4 വയസ്സുള്ള കുട്ടിക്ക്, 4 വയസ്സുള്ള ആൺകുട്ടിക്ക് എത്രത്തോളം ഹൈറ്റ് വെയിറ്റ് വേണം? 4 വയസ്സുള്ള ആൺകുട്ടിക്ക് 19.12. 4 വയസ്സുള്ള ആൺകുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 4 വയസ്സുള്ള ആൺകുട്ടിയുടെ ഹൈറ്റ് 104.17 സെന്റിമീറ്റർ. ഇനി 6 വയസ്സുള്ള പെൺകുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 6 വയസ്സുള്ള പെൺകുട്ടിയുടെ 21.56. 117.73 സെന്റിമീറ്റർ അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടേബിള് ക്ലിയർ ആണോ? അതോടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇത്ര ഹൈറ്റും വെയിറ്റും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണമെന്ന് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ. യെസ്. ഇനി ഒരു ആക്ടിവിറ്റി തരട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നോ? ഡെഫിനീഷൻസ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരത്തുള്ള 5 കുട്ടികളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒന്ന് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇതേപോലെ 5ഓ 4ഓ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ മാക്സിമം 5 കേട്ടോ. അപ്പൊ അവരുടെ ഏജ് നോക്കുക. 3 to 6 years കേട്ടോ. 3 to 6 years ഉള്ള കുട്ടികളെ മതി. ഇനിയിപ്പോ അങ്ങനെ കുട്ടികളെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ എന്നാലും ഉള്ളവര് ചെയ്താൽ മതി കേട്ടോ. ചിലരുടെ വീട്ടിൽ നിന്ന് പരിസരത്തോ ചിലപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യണമെന്ന് നിർബന്ധം ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇവിടെ പരിസരത്തൊന്നും കുട്ടികളൊന്നുമില്ല, കുഞ്ഞു കുട്ടികളെ. നമ്മുടെ റിലേറ്റീവ്സിന്റെ എടുത്താ മതിയോ? ആരായാലും അതിന് അവിടേക്ക് പൈസ കളഞ്ഞു പോയോണ്ട് കാര്യമൊന്നും കേട്ടോ. പറ്റുന്നതാണെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, യെസ്. നിങ്ങൾ ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് 5 പേര്, മാക്സിമം 5 പേര് അല്ലെങ്കിൽ 4 പേര് കേട്ടോ. ക്ലാസ്സിൽ അടുത്ത ക്ലാസ് മീൻസ് അടുത്ത മൺഡേ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാക്കി. മാം അത് അസൈൻമെന്റ് ബുക്കിലാണോ ചെയ്യുന്നത് മാമിന്റെ? നിങ്ങൾ നോട്ട്ബുക്കിൽ അസൈൻമെന്റ് ആയിട്ടും ചെയ്യുന്നത് നോട്ട്ബുക്കിൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ യൂണിറ്റ് 2 എന്ന് കൊടുക്കുക. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഈ ഒരു ചാർട്ട് ഈ ഒരു ഇത് വരച്ചാൽ ചെയ്യാം. ഒരു ഡൗട്ട് വെച്ചോട്ടെ? 3 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള ആൺകുട്ടി 5ഉം പെൺകുട്ടി 5ഉം വേണം? കിട്ടുന്ന കുട്ടികൾ ടോട്ടല്? ഓക്കെ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് മാത്രം മതി. ആൺകുട്ടി പെൺകുട്ടി ആകുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ആരാണോ കിട്ടുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. 2 പേരും വേണമെന്നില്ല. 2 പേര് കിട്ടുന്നവർ അങ്ങനെ ചെയ്തോ, അല്ലാത്തവരെ കിട്ടുന്ന ആരാണോ അത് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് പിന്നെ നോട്ട് ചെയ്താൽ മതിയല്ലോ നമ്മളത് ഗേൾ ആണോ ബോയ് ആണോ എന്നുള്ളത്. അതെ അതെ അതെ. മെഷർ ചെയ്യുമ്പോ അതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ടേപ്പൊക്കെ വെച്ച് അളക്കാൻ അറിയാലോ. അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു വെയിറ്റ് നോക്കിയവരാണെങ്കിൽ അവർ പറഞ്ഞു തരും എത്ര വെയിറ്റ് ഉണ്ടെന്ന്. ഇപ്പൊ റീസെന്റ് നോക്കിയിട്ടുണ്ടോ? പാരന്റ്സ് മുന്നിൽ വെച്ച് അവർ പറഞ്ഞു തരും ഏകദേശം വെയിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ മെഷർ ചെയ്യണമെന്നില്ല. ഹൈറ്റ് മാത്രം ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ടേപ്പിലാണെന്ന് നോക്കാൻ അറിയാലോ. എല്ലാവർക്കും? അറിയാം മാം, അറിയാം. കുട്ടികളെ കിട്ടിയില്ല ടീച്ചറെ, കുഴപ്പമൊന്നും പ്രശ്നമില്ല കേട്ടോ. അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല.
പിന്നെ നമുക്ക് ഇത്ര എടുത്താൽ കൂടെ കൂടുതൽ എടുക്കണ്ട. ഈ ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങള് ഇതിൽ ആദ്യമായിട്ടല്ലേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്? വേറെ ചാപ്റ്റേഴ്സിന്റെ കിട്ടിയിരുന്നോ? സൈക്കോളജിയിൽ ആദ്യം കിട്ടുന്നതല്ലേ? ആ ഓക്കെ. യെസ്, അപ്പൊ നമുക്കിന്ന് വൈകിട്ട് ചെയ്യാൻ സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ആരാണ്? റസ്മിന. മാം, ഇന്ന് വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ഡേ അല്ലേ? 28 ജൂലൈ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ലോഗനാണ്. പ്രൊട്ടക്ട് നേച്ചർ, സെക്യൂർ അവർ ഫ്യൂച്ചർ. കൺസർവ് ടുഡേ, thrive tomorrow. Preserve biodiversity, sustain life's diversity. Save a species, save our world. Nature's guardians unite for a greener tomorrow. Small steps, big impact, conserve nature. Sustainability is the key to nature's harmony. Act now, preserve nature's vow. Earth's keepers embrace conservation. Nature's gifts, our duty to conserve. Be green, be seen, nature's heroes we shall be. Thank you, ma'am. Okay, very good. Thank you. Give the left type for the time. Thank you. Have a nice day. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Activity Thank you, പറ്റുന്ന ma'am. ഓരോക്കെ ചെയ്യട്ടോ. താങ്ക് യു മാം. വീക്ക് തന്നതാണ്, നിങ്ങളുടെ സൗകര്യം സമയം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ശരി.